പ്രേതാലയത്തിൽ കയറുന്നൊരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കയറി വരുന്നു. 8-9 വർഷം ഇവിടെ നമ്മൾ താമസിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം പാമ്പുണ്ടാവുമെന്ന് എൻ്റെ പേടി. അല്ല ഇനി എനിവേ ഇത് വല്ലതും തലയിൽ വീണ് പടമായാലും. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ റിസ്ക് എടുക്കുന്നത്. ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇന്ന് വരെ നമ്മൾ ഹോം റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഹോം റിവ്യൂ ഒന്ന് വെറൈറ്റി ഉണ്ട്. ഏകദേശം 2 പാർട്ടായിട്ട് 2 ഹോം റിവ്യൂ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ വളർന്നു വന്ന എൻ്റെ ഹോം റിവ്യൂ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ബട്ട് കാണിക്കാൻ വേണ്ടി ഹോമൊന്നും അതിൽ ഉണ്ടാവണമെന്നില്ല, പക്ഷെ വെറൈറ്റി റിവ്യൂ ആയിരിക്കും. ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതേസമയത്ത് യൂസ്ഫുൾ ആവുന്നൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നൈസായിട്ട് കയറുമ്പോൾ തന്നെ 520 രൂപ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടും. ആ ഒരു പൈസ വെച്ചിട്ട് നിങ്ങൾക്ക് അതിലുള്ള കുട്ടിയായിട്ടുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന, ഓടിപ്പിടിക്കുന്ന, ചാടിപ്പിടിക്കുന്ന, ഫ്രീ ഫയർ, പബ്ജി എല്ലാം കളിക്കാൻ പറ്റും. എന്നിട്ട് പോക്കറ്റ് മണി നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വിൻസോ ആപ്പ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. സോ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നൈസായിട്ട് ഡൗൺലോഡ് ചെയ്യുക. പുതിയ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്താൽ യൂസേഴ്സിന് 550 രൂപ കയറുമ്പോൾ തന്നെ കിട്ടും. ഒരു ഫ്രീ ടൈമിലേക്ക് വെറുതെ 5-10 ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈസായിട്ട് സെൽഫായിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റും. ഞങ്ങൾ സ്പോട്ട് തന്നെ വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. സ്പോട്ട് നമുക്ക് അക്കൗണ്ടിലും കിട്ടുന്ന അടിപൊളി ഗെയിം ആപ്ലിക്കേഷനാണ്. നമുക്ക് അങ്ങോട്ട് പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുട്ടി ഫണ്ണായിട്ടുള്ള ഗെയിംസ് നമുക്ക് കളിക്കാൻ പറ്റുന്ന വിൻസോ ആപ്പ് ഉണ്ട്. സോ റെഫർ ചെയ്തിട്ടും ഗെയിംസ് കളിച്ചിട്ട് അടിപൊളിയായിട്ട് പോക്കറ്റ് മണി ഏൺ ചെയ്യാൻ പറ്റും. ഫ്രീ ഫയർ ഡയമണ്ട്സ്, ട്രേഡിംഗ് കോഡ്, മണി എല്ലാം കിട്ടുന്നതായിരിക്കും. സ്പോട്ട് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ കണ്ടൂസിൽ ലിങ്ക് വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഏറ്റവും ഒരു 5-6 വർഷം മുമ്പ് ഞാൻ താമസിച്ച നമ്മുടെ വീട്. സോ ഇവിടുന്ന് മാറി, ബട്ട് പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ എനിക്ക് നൊസ്റ്റാൾജി അടിച്ച് നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കണം എന്ന് തോന്നി. സോ എന്തായാലും നമ്മുടെ ബ്ലൂ ബിയുടെ ലുക്കായിട്ട് കിടപ്പുണ്ട്. നേരെ നമുക്ക് പട്ടാസ് ഓടിക്കാണിക്കുന്ന ഹോം റിവ്യൂ ആയിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കാര്യം, ഗൈസ്, ഫ്രീക്ക് വ്ളോഗ്സ് ജനിച്ച് ഒരു എന്താ പറയുക 6ാം ക്ലാസ് 7ാം ക്ലാസ് വരെ താമസിച്ച ഹോം റിവ്യൂ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതാണ്ട് കിടക്കുന്നത് ഫ്രീക്ക് വ്ളോഗ്സ് ഹോം. പടച്ചോനി, ഇത് വഴിയെന്നൊന്നും അറിയില്ല. സോ ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് തേങ്ങയാണ് പറയുന്നതെന്ന്. അതായത് മക്കളെ, ഇപ്പം നമ്മളൊരു വീട്ടിലോട്ട് മാറിയിട്ടുണ്ട്. സ്വന്തമായിട്ട് പണിത് ഡാഡൊക്കെ സെറ്റാക്കിയ വീട്. അതിന് മുമ്പ് ഞാൻ വളർന്നു വന്ന വീടാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ അമ്മേ, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ തത്തരികിടിയും കളിച്ച് വളർന്ന് കുളിച്ച് നടന്ന സ്ഥലം കേട്ടതാ. ഇങ്ങനെ പോകുമ്പോൾ ഈ വഴിയൊന്നും ഇങ്ങനെയല്ല കേട്ടോ. നമ്മുടെ ബ്ലൂബി അവിടെ ഉണ്ട്. ഇവിടെ ഇപ്പം മണ്ണിട്ടിട്ട് നിരപ്പാക്കേണ്ട എന്തോ സെറ്റപ്പാന്ന് തോന്നുന്നു. ഈ കിണറൊക്കെ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. എന്ന് ഇവിടുന്ന് ഓരോന്ന് കളിക്കുമ്പോഴും ഈ കിണറ്റിലോട്ട് ഓരോന്ന് വീണു, നമ്മുടെ ബോളൊക്കെ വീണു. ഇവിടെ കലക്കുകല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സംഭവം എല്ലാം മാറി കേട്ടാ. ആൻഡ് ഇതൊക്കെ നല്ല സ്റ്റെപ്പായിരുന്നേ. ഇപ്പം എനിക്ക് ഈ സ്റ്റെപ്പ് ഇങ്ങനെ ചവിട്ടി കയറാൻ പറ്റുന്നുണ്ട് 4-5 കാല് വെച്ചിട്ട്. പക്ഷെ അന്നൊക്കെ കുഞ്ഞിക്കാലല്ലേ, ഇങ്ങനെ വെച്ചിട്ടാണ് കയറുക. ഇത് ഇവിടെയൊക്കെ നിന്നിട്ട് പല്ലൊക്കെ തേക്കും കൂടെ താഴോട്ട് നോക്കിയിട്ട്. എൻ്റെ ഇടയ്ക്ക് തിണ്ടുന്ന താഴോട്ട് വീഴും. വൻ കോടി കേട്ടോ. ദൈവമേ, ഇതൊരുമാതിരി പണ്ടത്തെ പ്രേതാലയത്തിൽ കയറുന്നൊരു ഫീൽ എനിക്ക് കിട്ടുന്നു കൂടെ കയറി വരുന്നു. കേസ് ഇത് നമ്മുടെ സ്വന്തമായിട്ടല്ല, നമ്മളങ്ങ് തറവാടൊരു കുന്നിൻ്റെ മുകളിൽ നിന്നായിരുന്നു. അപ്പം പെട്ടെന്ന് എൻ്റെ ഡാഡ എന്നെയും എൻ്റെ കുഞ്ഞനിത്തിനെയും അമ്മേനെയും കൂട്ടി വീട് വിട്ട് ഇറങ്ങി വന്നൊരു വാടകയ്ക്ക് താമസിച്ച് ഇവിടെ ഓൾമോസ്റ്റ് 8, എനിക്ക് കറക്റ്റ് അറിയില്ല, ഒരു 8-9 വർഷം ഇവിടെ നമ്മൾ താമസിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് ഇവിടുത്തെ പറമ്പൊക്കെ വരെ ഇവർ വലിയ ടീമാണ്, തലശ്ശേരിയിലൊക്കെയുള്ള വലിയ ആൾക്കാരാണ്. അപ്പോൾ ഒരു ആദ്യത്തെ വീടാട്ടോ. ഇതൊക്കെ എന്തോ ഫുൾ പൊളിച്ചു മാറ്റേണ്ട സെറ്റപ്പാണ്. പിന്നെ നമ്മൾ പോയതിന് ശേഷം ഇതൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഈ ഒരു കോലത്തിൽ. വെറൈറ്റി ഹോം റിവ്യൂ അല്ലേ. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നേരെ നമുക്ക് ഹോമിൻ്റെ റിവ്യൂയിലോട്ട് കിടക്കാം. വാ എടി, ഇന്ന് എനിക്കിത് ഇത്രയുണ്ടല്ലേ. അന്നൊക്കെ പറയാൻ ഏകദേശം എനിക്ക് ഇത്ര ഹൈറ്റ് വല്ലതും ഉണ്ടാവുള്ളൂ. അന്നൊക്കെ ഇവിടെ എനിക്ക് ഓടിക്കളിക്കേണ്ട സ്ഥലം പോലെ തോന്നുന്നുണ്ട്. ഇന്നൊട്ട് സ്ഥലം തോന്നുന്നില്ല. ഇത് ഒരു സ്റ്റോർ റൂം പോലെ നമ്മൾ കീപ്പ് ചെയ്ത സ്ഥലമാണ്. ഇതെന്താ വെറൈറ്റി ആണല്ലോ. ഏതെങ്കിലും പ്രേതാലയ പടമൊക്കെ ഷൂട്ട് ചെയ്യാൻ താല്പര്യമുള്ളത് ഉറപ്പായിട്ടും കൊണ്ടാക്കിയ. പിന്നെ ഇത് നമ്മുടെ ഹാളായിട്ട് വരും. ഇവിടെ ഒരു കട്ടില്, ഇവിടെ നമ്മൾ ഹാളൊക്കെ ഇട്ടിട്ട് ഈ ഡാഡ പണ്ട് ഹോം തിയേറ്റർ പാട്ട് സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ വെക്കും. വലിയ ഹോം തിയേറ്റർ. ചെറിയ വീടാണെങ്കിൽ നമ്മൾ പാട്ടൊക്കെ വെച്ചില്ല ലക്ഷറി ആയിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. എനിവേ ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ എൻ്റെ അമ്മ എത്ര വർഷത്തിനൊക്കെ വരുന്നത്. അല്ല പാമ്പുണ്ടാവുമെന്ന് എൻ്റെ പേടി. അല്ല ഇനി എനിവേ ഇത് വല്ലതും തലയിൽ വീണ് പടമായാലും. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ റിസ്ക് എടുക്കുന്നത്. ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇത് നമ്മുടെ ചെറിയ ഡാഡയൊക്കെ കിടന്നുകൊണ്ടിരുന്ന ചെറിയ റൂം. പിന്നെ ഇതും ചെറിയൊരു തയ്യൽ മിഷൻ അങ്ങനെ വെച്ച് ചെറിയൊരു സ്റ്റോർ റൂം പോലെ. പിന്നെ ഇതായിരുന്നു നമ്മുടെ കിച്ചൺ. ഇവിടെ ഇങ്ങനെ വരുന്നു. കിച്ചണിലോട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അന്നൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ എനിക്ക് ഇത്ര ഹൈറ്റ്. ഇതാ ഇന്നൊക്കെ നോക്കുമ്പോൾ എൻ്റെ തല ഇപ്പം മുട്ടും, എൻ്റെ അമ്മേ. സോ നല്ല സെറ്റപ്പാട്ടോ ഇവിടെ കിച്ചണൊക്കെ ആയിട്ട്. ഒരു നൊസ്റ്റാൾജിയടാ. അന്നൊക്കെ ഉള്ളത് വെച്ച് ഓണം പോലെ. ചെറിയ മക്കളല്ലേ. പിന്നെ ഇതെങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കാൻ പറ്റും. ഇത് നമ്മളെ പഠിപ്പിച്ച നമ്മുടെ ടീച്ചറുടെ വീടാണ്. മുകളിലും നമ്മളെ ചെറുപ്പം മുതലെടുത്ത് വളർത്തിയ ഒരുപാട് ആൾക്കാരുടെ വീട്.
ചെറുപ്പം മുതൽ എടുത്തു കളിക്കാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ മുകളിലോട്ടുണ്ട്. ഞാൻ ഓർമ്മ വെച്ചപ്പോൾ കാണുന്ന സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. കാണുന്ന കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരൊക്കെ അവരൊക്കെയാണ്. പിന്നെ അതാ വലിയ കിണറാട്ടോ. പണ്ടൊക്കെ ഇവിടെ പോയി നിൽക്കുമ്പോൾ കിണറ്റ് വീണു പോകുന്നുള്ള പേടിയാണ് എല്ലാവർക്കും. സോ യെസ് ഗൈസ്, നമ്മുടെ വെറൈറ്റി ഹോം ബ്ലോഗ് ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ കാണുന്നത്. പിന്നെ നമ്മൾ റിസ്കി പിടിച്ച ഈ വഴികളിലൂടെ നമ്മൾ ബാക്കിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് നമ്മളെ ചെറിയൊരു ബാത്റൂം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന്, അതായത് നിങ്ങൾ ആലോചിക്കും, ഒരു 8-10 വർഷം മുമ്പാണ്. അന്നൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഇതൊക്കെ വലിയ സെറ്റപ്പ് തന്നെ. സോ അങ്ങനെ ഒരു 7 വർഷം ഇവിടെ നമ്മൾ താമസിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ വീട് മാറിപ്പോയി സ്വന്തമായിട്ട് വീടെടുത്ത് ഒരു 80% പണിയും കഴിഞ്ഞു. ബാക്കി പണികൾ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ആ വീടിൻ്റെ ഹോം റിവ്യൂ നമ്മൾ ചെയ്യാം. വലിയ വീട് ഒന്നുമല്ലോ, ചെറിയ എന്നാൽ നൈസായിട്ടുള്ള സെറ്റപ്പ്. സോ ഇതൊക്കെയായിരുന്നു ഇതാ വീടിൻ്റെ ബാക്ക് വശം. കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതാ റോട്ടിൽ കൂടെ പോകുന്നവരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. ഇവരൊക്കെ എനിക്കറിയാം കേട്ടോ, ഞാൻ ചെറുപ്പം മുതലേ കാണുന്നവരാണ്. എനിവേ, പിന്നെ അതായിരുന്നു നമ്മുടെ ഉറ്റ അയൽവക്കക്കാർ. നമ്മുടെ ചങ്കിടിപ്പുവായ നമ്മുടെ അയൽവക്കക്കാർ. അങ്ങോട്ട് ഓടിപ്പോവും, ഇങ്ങോട്ട് ഓടിപ്പോവും. സോ യാ, അപ്പോൾ എന്തായാലും നമ്മുടെ ഹോം റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുപോലത്തെ പഴയ വീടുകളും നൊസ്റ്റാൾജിയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണാൻ. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ എന്നും കാണും. ബ്ലൂബി അതാ അവിടെ കിടക്കുന്നു. ബ്ലൂബി അതാ അവിടെ. അപ്പം ഇങ്ങനെ എന്നും നോക്കൂ. ഇവിടെ കയറി കണ്ടില്ല, ഇന്നും കയറി കണ്ടപ്പോൾ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ഇന്ന് നമുക്ക് ഇങ്ങനത്തെ വെറൈറ്റി ബ്ലോഗ്സ് ഒക്കെ ആയിട്ട് ഫുൾ ആക്റ്റീവ് ആകാം അല്ലേ. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ ഓപ്ഷൻ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ബ്ലോഗിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഒന്ന് കയറി കാണണേ മക്കളെ. കുറേ ആയിട്ട് യൂട്യൂബും ബ്ലോഗൊന്നും ആക്റ്റീവ് ചെയ്യാൻ പറ്റിയില്ല. ഇനി നമ്മൾ ഇവിടുത്തെ വ്ളോഗ്, നാട് വിട്ട് വന്ന വ്ളോഗ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഫ്രീക്ക് വ്ളോഗ്സ് വളർന്ന വീടിൻ്റെ കോലം ഇതാ എങ്ങനെയുണ്ട്, അടിപൊളി അല്ലേ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ അടിപൊളിയാക്കി എടുത്തുകൂടെയാണ്. ബട്ട് മക്കളെ, ഇത് എൻ്റെ വീടല്ല. നമ്മൾ വാടകയ്ക്ക് താമസിച്ച് വിട്ട വീടാണ്. ഇനി എനിക്ക് ഈ വീട്ടിലോ ആക്ച്വലി പറമ്പിൽ നിൽക്കേണ്ട കാര്യം പോലും എനിക്കില്ല. അങ്ങ് മുകളിലോട്ടൊക്കെ പറമ്പൊക്കെ ഉണ്ട്. നമ്മൾ ഓടി വളർന്ന് കശുവണ്ടിയൊക്കെ പെറുക്കി, എന്താ പൊടി ഇപ്പോൾ പെറുക്കി നടന്ന സ്ഥലമാണ് ഇതൊക്കെ. എനിവേ ഇന്ന് കുളിക്കണമെന്ന് തോന്നുന്നു, ഫുൾ പൊടിയായി. പക്ഷെ നമ്മളിപ്പോൾ ഇവിടുന്ന് പോയിട്ട് 5-6 വർഷമായി. അന്നൊക്കെ ഇത് നല്ല കുഞ്ഞു വീടാണ്, നല്ല അടിപൊളി സെറ്റപ്പ് ആയിരുന്നു. കിണറൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ആൾ താമസവും ആരും ഇല്ലായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിവിടുന്ന് പോയിട്ട് അതുപോലെ തന്നെ 7 വർഷമായി. അപ്പോൾ ഇങ്ങനത്തെ ഇപ്പോൾ ഒരു നല്ല അടിപൊളി ഒരു ഹൊറർ പ്രേതാലയായിട്ട് ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് വ്ളോഗൊക്കെ എടുക്കാം. അപ്പോൾ ഉറപ്പായിട്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അപ്പോൾ ഇതാ നമ്മുടെ ബ്ലൂബി ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു 7 വർഷം മുമ്പ് ഇവിടെ താമസിക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു സൈക്കിൾ പോലും ഇല്ലായിരുന്നു. എല്ലാം ദൈവാനുഗ്രഹത്തിനും കഷ്ടപ്പെട്ട് നമ്മളെല്ലാം ബ്ലൂബി, ഡ്യൂക്കി, സ്കൂട്ടി കാര്യങ്ങളെല്ലാം സെറ്റാക്കി. ഇതാണ് മക്കളെ സ്ഥലം. എനിവേ ഇന്ന് കുളിക്കണമെന്ന് തോന്നുന്നു, ഫുൾ പൊടിയായി. സോ അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ മറക്കണ്ട. എന്തായാലും നമ്മുടെ ഹോം റിവ്യൂ കഴിഞ്ഞു. ഇനി വീടിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഒരുപക്ഷെ 2ാമത്തെ പാർട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഹോം റിവ്യൂ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. പറ്റുവാണെങ്കിൽ സെറ്റാക്കാം. അല്ലെങ്കിൽ മാക്സിമം പണിയൊക്കെ തീർത്തിട്ട് അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക. സോ അപ്പോൾ ഗൈസ്, കിടിലൻ വീഡിയോ വേണ്ടി കാണാം. അതൊരു ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.